മിമിക്രി ലോകത്തെ കിരീടം വെക്കാത്ത രാജാവേ നമസ്കാരം. സിർഗ, എന്തൊക്കെയാ വിശേഷങ്ങൾ? ഞാൻ ആദ്യം പറഞ്ഞ തമാശയല്ലെന്ന് എനിക്കൊക്കെ അറിയാലോ അല്ലേ? അതിപ്പോൾ നീ പറഞ്ഞിട്ട് അറിയണ്ട, എനിക്കറിയാമെന്നുള്ളതല്ലേ മുഖത്തെ ഭാവം. എനിക്ക് മനസ്സിലായി. എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മുടെ ഓരോ സമയത്തും ഓരോരുത്തരെ കണ്ടിട്ടായിരിക്കും നമ്മൾ അതുപോലെ ആവണം എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. അപ്പം ഞാനൊക്കെ മിമിക്രി തുടങ്ങിയ സമയത്ത് നസീർക്കനെ പോലെ ആവണം, നസീർക്ക ചെയ്യുന്ന നടന്മാരൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നസീർക്ക ഡ്രസ്സ് ചെയ്യുന്ന പോലെയൊക്കെ ഡ്രസ്സ് ചെയ്യണം, നസീർക്ക ഉപയോഗിക്കുന്ന വണ്ടി പോലത്തെ വണ്ടിയൊക്കെ പിന്നീട് മേടിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മൾ റോൾ മോഡൽ എന്നൊക്കെ പറയത്തില്ല, അങ്ങനത്തെ എൻ്റെ റോൾ മോഡലായിരുന്നു നസീർക്ക. ബ്രിട്ടാ സാറേ, കറുകച്ചാലിൻ്റെ ഒരു ഏരിയ കയ്യിലുള്ള ആളായിരിക്കുന്നു കേട്ടോ. കറുകച്ചാൽ എന്നുള്ള പേര് മാറ്റി നസീർ ചാൽ എന്നാക്കിയാലോ എന്ന് പോലും അവനവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇൻകം ടാക്സുകാർ കേൾക്കണ്ടേ, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി കാര്യം. അപ്പോൾ എന്തായാലും എല്ലാം കൊണ്ടും മിമിക്രി കൊണ്ട് എല്ലാം നേടിയ ഒരാളാണ് ഇക്ക. എനിക്കിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ മിമിക്രിയിലെ രാജാവ് എന്നുള്ള പേര് അല്ലെങ്കിൽ ആ കസേര എപ്പോഴെങ്കിലും ഒരു ബാധ്യതയായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ മിമിക്രിക്കാരൻ അല്ലെങ്കിൽ മിമിക്രിയുടെ ഇത്രയും ഫെയിം ആയത് ഒരു കുഴപ്പമായിട്ട്, ഒരു കുറവായിട്ട് എപ്പോഴെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട്? നല്ല ചോദ്യം. ഷാജോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കൂടെ ആയിരുന്നു, കിടപ്പും തീറ്റയും ഒക്കെ എൻ്റെ കൂടെ തന്നെയായിരുന്നു. ഒരുപാട് ഭക്ഷണം അടിച്ചു പോയിട്ടുണ്ടല്ലോ. അതല്ല, അത് നമുക്ക് എന്താ പറയാ, പ്രായത്തിൽ ഞങ്ങൾ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളെങ്കിൽ പോലും പ്രൊഫഷണലിൽ ഒരുപാട് സീനിയർ ഞാനാണെങ്കിൽ പോലും എൻ്റെ ഏറ്റവും അടുത്ത ഒരു എന്താ പറയാ, ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരെന്നൊക്കെ പറയാവുന്നതിൽ അതുകൊണ്ടാണല്ലോ മറ്റേ കറുകച്ചാലിൽ വാങ്ങി സ്ഥലത്തിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞത്. അല്ല, അപ്പൊ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളെന്ന നിലയിൽ കറക്റ്റ് ആയിരിക്കില്ലേ? അങ്ങനെയല്ല. കറുകച്ചാലിലെ സ്ഥലങ്ങളെ കുറിച്ച് പറയുന്ന വെച്ചാൽ അങ്ങനെ സ്ഥലം മേടിച്ചു വിട്ടുന്നില്ല, നമുക്ക് ദൈവം ജീവിക്കാൻ വേണ്ടി ഒരുപാട് സൗഭാഗ്യങ്ങൾ ഒരു വഴി കാണിച്ചു തരും. അപ്പൊ ആ വഴി പണ്ട് ഒരുപാട് കലാകാരന്മാർക്ക് ദൈവം അങ്ങനെ കൊടുത്തിരുന്നു. അത്യാവശ്യം ഈ പറഞ്ഞ അന്നൊക്കെ കിട്ടുന്ന പൈസ സ്വരൂപിച്ച് കുറച്ച് സ്ഥലങ്ങൾ, കാര്യം ഇതൊക്കെ ഇനി എത്ര കാലം ഉണ്ടാവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം പ്രായം മാറുന്നതനുസരിച്ചിട്ട് ശബ്ദം മാറും, പിന്നെ അതിനുള്ള ഇൻട്രസ്റ്റ് കുറയും. ഇപ്പൊ തുടക്ക സമയത്തുള്ള ഇൻട്രസ്റ്റ് ഒന്നും ചിലപ്പോൾ ഇപ്പോൾ ഉണ്ടായെന്ന് വരില്ല. ഇപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ സിനിമകൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും, സിനിമകളിൽ നല്ല നല്ല വേഷങ്ങൾ ചെയ്യണ്ടാവും, പിന്നെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാവും, പുതിയ പുതിയ കലാകാരന്മാർ എൻ്ററായി തുടങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ പണിയെടുക്കാതെ നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന കുറച്ച് ഭൂമിയും സ്ഥാപനങ്ങളൊക്കെ വേണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് മന്ത്ലി ഒരു ഇൻകം കിട്ടുന്ന ഒരു ഇതാണ്, അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അത് ബുദ്ധിപൂർവ്വം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഷാജോണിനൊക്കെ ഒരു മാതൃക റോൾ മോഡൽ ആ കാര്യത്തിൽ ഇപ്പൊ ഞാൻ ഷാജോണിനെ റോൾ മോഡൽ ആക്കിയിരിക്കുകയാണ്. അവൻ ഭയങ്കര സ്ഥലം മേടിക്കാണ്. ഞാൻ ആദ്യം ഒരു വണ്ടി എടുത്തു, എന്താണ്, ഒരു അംബാസഡർ എടുത്തു. അന്ന് വണ്ടിയില്ലായിരുന്നു, ഒരു ബൈക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സാൻഡ്രോ എടുത്തു, 2222 എന്ന് പറഞ്ഞിട്ട്. സെയിം ഏതാണ്ടോ 5225 എന്നാണ് പറഞ്ഞൊരു വണ്ടി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഇന്നോവ എടുത്തു, അപ്പോൾ ഒരു ഇന്നോവ എടുത്തു. ഇപ്പൊ അവൻ പജീറോ എടുത്തു, ഞാൻ ഇപ്പോഴും ഇന്നോവ തന്നെ. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ രജനീകാന്ത് സാറിന്റെ പടത്തിൽ വരെ ഇപ്പൊ അഭിനയിക്കുന്നുണ്ട്, ഇന്ദ്രൻ വരെ. അപ്പോ ഞാനിപ്പം ഷാജോണിനെ റോൾ മോഡലാക്കിയ കൊള്ളാമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാജോൺ ചോദിച്ചതിന് ഒരു മറുപടി ഇവിടെ പറയാട്ടോ. മിമിക്രി എന്ന് പറയുന്ന ഇപ്പൊ ഈ ഒരു ഇങ്ങനെ നിൽക്കുന്നതിൽ എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും എന്താ പറയാ, മാനസികമായിട്ടുള്ള എന്തെങ്കിലും വിഷമങ്ങളുണ്ടായി, ആ ബാധ്യത സിനിമയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഞാൻ നാട്ടിൽ പണിയില്ലാതെ 3 മാസം ഇരുന്നാലും സിനിമയിലുള്ളവർ പറയും അയാൾ വിദേശത്തായിരിക്കുമെന്ന്. അയാൾ വിളിക്കണ്ട, അയാൾ വിദേശത്തായിരിക്കും, അയാൾ വിളിച്ചാൽ എപ്പോഴും പ്രോഗ്രാമിന്റെ തിരക്കൊക്കെ ആയിരിക്കും, അയാൾ നമുക്ക് തലവേദനയാകും എന്നുവെച്ചാൽ ഈ ഡേറ്റിന്റെ കാര്യം തലവേദനയാവും എന്ന് പറയും. എന്നാൽ ഈ എക്സിക്യൂട്ടീവുമാരൊന്നും നമ്മളെ വിളിച്ച് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പിന്നീട് ഈ ഡയറക്ടർമാരെ അല്ലെ പ്രൊഡ്യൂസർമാരെയൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ്, ചോദിക്കുമ്പോഴാണ് പറയുന്നത്, നിങ്ങളെ അന്ന് വിളിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇല്ലാന്ന്. അപ്പോൾ നമ്മൾ ആ സമയത്ത് നാട്ടിലുണ്ട്. അപ്പൊ അത് മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറി. കാര്യത്തിൽ വേണേൽ ഷാജോണിനൊക്കെ വേണേൽ സഹായിക്കാവുന്നതാണ്. അല്ല, ഇതിലാരെയും നമ്മൾ പറയാൻ പാടില്ല. അങ്ങനെ നോക്കിയാൽ ഇപ്പം നമ്മൾ കൊണ്ടുവന്ന വേറെ ആൾക്കാരൊക്കെ ഉണ്ടാവും. നമുക്ക് നസീർ ഇവിടെ തന്നെ ഉണ്ട് എന്ന് വേണേൽ പറയാവുന്നതാണ്. അയ്യോ, അവനെങ്ങനെ പറയാൻ പറ്റും? കാര്യം അവരെ വിളിക്കുന്ന വേഷത്തിന് ഇത് നമ്മളൊന്നും പറഞ്ഞിട്ടായിരിക്കുമല്ലോ പറയുന്നത്. ഇപ്പൊ വെറുതെ ഒരു കഥ പറയുമ്പോഴത്തേക്കിന് കൊട്ടൻ നസീർ വീട്ടിലുണ്ട് കേട്ടോ, വേണേ വിളിക്കാം എന്ന് പറയില്ലല്ലോ ആരും. ഇപ്പൊ ഓരോരുത്തരും ഇതിൽ വരുമ്പോൾ അവർക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് അവർ ആലോചിക്കുന്നത്. സിനിമയിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്താലേ സിനിമയിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഷാജോണിനെ എങ്ങനെയാണ് പിന്നെ ഷാജോണിനെ അനുകരിച്ചിട്ടുണ്ടോ? ഞാൻ ഈ ഫോണിൽ സംസാരിക്കുമ്പോൾ എനിക്കൊരു സ്റ്റൈൽ ഉണ്ടെന്ന് എല്ലാവരും പറയും. ഹലോ, എന്താണ്,
ആ ആണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റൈൽ ഉണ്ടെന്ന് പറയും. അതെല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഇവനും ഉണ്ടത്. ഷാജോണായിക്ക ആണോ ഇല്ലിക്ക വിളിച്ചായിരുന്നു ഇല്ലല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ശൈലിയുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാവരും കളിയാക്കാറുണ്ട്.